അടുക്കളയിൽ പഞ്ചസാര തീർന്നതുകൊണ്ട് അടുത്തുള്ള കടയിൽ പോയി പഞ്ചസാര വാങ്ങാൻ അമ്മ തൻ്റെ 9 വയസ്സുകാരൻ മകനെ പറഞ്ഞു വിടുകയാണ്. അവൻ പഞ്ചസാരയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൻ്റെ നടപ്പടിയിലെത്തിയതും അകത്തു നിന്നും ഒരു ചെറിയ പിറുപിറുക്കൽ സൗണ്ട് കേൾക്കുകയാണ്. അതുകേട്ട് ഓടി അകത്ത് കയറിയ ആ 9 വയസ്സുകാരൻ അവിടെ കണ്ട കാഴ്ചയിൽ പഞ്ചസാരയും താഴെയിട്ട് ഷോക്കായി നിന്നുപോയി. എന്താണ് ആ 9 വയസ്സുകാരൻ അവിടെ കണ്ട ആ കാഴ്ച? ആ ഒരു ഞെട്ടിക്കുന്ന കഥയിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഉത്തർപ്രദേശിലെ ബഡാവൂൺ ഡിസ്ട്രിക്റ്റിലെ ബാബ കോളനിയിലാണ് സിവിൽ കോൺട്രാക്ട് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വിനോദ് കുമാറും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച അയാളുടെ ഭാര്യ സംഗീതയും താമസിച്ചിരുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഹൗസ് വൈഫായി വീട്ടിലിരുന്ന സംഗീത ആദ്യത്തെ കുഞ്ഞായ ആയുഷ് ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സംഗീത ഒരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുവഴി സംഗീത അത്യാവശ്യം കാശൊക്കെ സമ്പാദിച്ചു. വിനോദ് കുമാറും സ്വന്തമായിട്ട് കോൺട്രാക്ട് വർക്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അയാളും നല്ല കാശ് സമ്പാദിക്കാൻ തുടങ്ങി. സംഗീതയും വിനോദ് കുമാറും കഷ്ടപ്പെട്ട് ജോലി ചെയ്തതോടെ നല്ലൊരു വരുമാനം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇവർക്ക് അടുത്തടുത്ത് തന്നെ അഹാൻ എന്നും പീയൂഷ് എന്നും 2 മക്കൾ കൂടി ജനിക്കുന്നു. എല്ലാം കൊണ്ടും ഇവരുടെ ലൈഫ് നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോയി. നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കഷ്ടം പറഞ്ഞ് ആരിവരുടെ അടുത്ത് വന്നാലും ഈ ദമ്പതികൾ കൈയയച്ച് സഹായങ്ങൾ നൽകിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ ഏരിയയിലെ എല്ലാവർക്കും ഈ ഒരു ഫാമിലി പ്രിയപ്പെട്ടവരായി മാറി. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെയാണ് ഒരു ദിവസം വൈകുന്നേരം വിനോദ് കുമാറിൻ്റെ വീടിന് എതിർവശത്ത് ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന 30 വയസ്സായ സാജിദും അവൻ്റെ ഇളയ സഹോദരനായ 28കാരൻ ജാവിദും വിനോദ് കുമാറിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയം സംഗീതയും മക്കളും മാത്രമേ ആ വീട്ടിലുള്ളൂ. സാജിദ് സംഗീതയോട് എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് അർജൻറ്റായിട്ട് ഒരു സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, അതിന് എനിക്ക് ഒരു 50,000 രൂപ തന്ന് സഹായിക്കണമെന്ന് പറയുന്നു. സാജിദ് 6 വർഷമായി ആ ഏരിയയിൽ സലൂൺ നടത്തുന്നത് അറിയാവുന്നതുകൊണ്ടും അതുപോലെ വിനോദ് കുമാറും മക്കളും അവിടെ പോയാണ് മുടി വെട്ടുന്നത് എന്നതുകൊണ്ടും സംഗീത പണം തരാമെന്ന് പറയുന്നു. അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് സംഗീത വിനോദ് കുമാറിനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. അയാളും അതിന് ഓക്കെ പറയുന്നു. എന്നാൽ വീട്ടിൽ അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ട് നാളെ ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്ത് വയ്ക്കാം, നിങ്ങളൊരു ഉച്ചയോടെ വന്നാൽ മതി, പൈസ തരാമെന്ന് സംഗീത പറയുന്നു. ശരി, ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞ് ഇവരിറങ്ങാൻ പോയപ്പോൾ സംഗീത അവരോട് പറയുകയാണ്, വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ല, നിങ്ങളിരിക്കി, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് സംഗീത അവരെ ഇരുത്തി ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിൽ ചെന്നപ്പോഴാണ് പഞ്ചസാര തീർന്നു പോയത് സംഗീത ഓർമ്മിക്കുന്നത്. തൊട്ടടുത്ത മുറിയിൽ കളിച്ചുകൊണ്ട് നിന്ന 9 വയസ്സുകാരൻ പീയൂഷിനെ വിളിച്ച് കടയിൽ പോയി പെട്ടെന്ന് കുറച്ച് പഞ്ചസാര വാങ്ങിക്കൊണ്ട് വാ എന്ന് സംഗീത പറയുന്നു. പീയൂഷ് കടയിലേക്ക് പോയതും സംഗീത ആ നേരം കൊണ്ട് പാല് കാച്ചാൻ തുടങ്ങുകയാണ്. പാല് പൊങ്ങിപ്പോവാതിരിക്കുന്നതിൽ ശ്രദ്ധിച്ച് കാച്ചിക്കൊണ്ട് നിന്നപ്പോഴാണ് ഒരു അലറുന്ന ശബ്ദം സംഗീത കേൾക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്ത് വീടിൻ്റെ മുറ്റത്തെത്തിയ സംഗീത കാണുന്നത് പീയൂഷ് ടെറസിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ്. അവൻ്റെ പിന്നാലെ സാജിദും ജാവിദും ഓടുന്നുണ്ട്. പീയൂഷ് ഓടി വന്ന് അമ്മയുടെ പിറകിൽ ഒളിച്ചതും അവർ 2 പേരും എങ്ങോട്ടേക്കോ ഓടിപ്പോവുകയാണ്. ഇത് കണ്ട് ഒന്നും പിടികിട്ടാതെ നിന്ന സംഗീതയോട് ചേട്ടനെ അവർ കൊന്നു, അവരെ പിടിക്കുക എന്ന് പറഞ്ഞ് ഈ പീയൂഷ് കരയാൻ തുടങ്ങി. ഈ ബഹളമൊക്കെ കേട്ട് ആ ഏരിയയിലെ ആൾക്കാരെല്ലാം സംഗീതയുടെ വീട്ടിന് മുന്നിൽ വന്നു. എന്നിട്ട് അവരൊക്കെ പീയൂഷിനോട് കാര്യങ്ങൾ തിരക്കുകയാണ്. അപ്പോഴാണ് അവൻ ടെറസ് ചൂണ്ടിക്കാണിച്ച് കരഞ്ഞത്. അങ്ങോട്ടേക്ക് ഓടിയ സംഗീതയും നാട്ടുകാരും കാണുന്നത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന 2 ശരീരങ്ങളാണ്. ഒന്ന് 13 വയസ്സുകാരനായ ആയുഷും 6 വയസ്സുകാരനായ അഹാനുമാണ്. ഉടനെ തന്നെ ആംബുലൻസും പോലീസും ഒക്കെ വന്നു. ആശുപത്രിയിൽ എത്തിച്ചതും പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു കുട്ടികൾ 2 പേരും മരിച്ചു കഴിഞ്ഞു എന്ന്. സംഗീത അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. അവരെയും ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. ബോധം വീണ ഉടനെ പോലീസ് സംഗീതയോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ സംഗീത പറഞ്ഞത്, ഞാൻ അവരാവശ്യപ്പെട്ട പൈസ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, നാളെ തരാമെന്നാണ് പറഞ്ഞത്
എന്നിട്ടും അവരെന്തിനെൻ്റെ മക്കളോട് ഇത് ചെയ്തു എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ പൊട്ടി കരയുകയാണ്. വിവരമറിഞ്ഞ് വിനോദ് കുമാറും ആശുപത്രിയിലേക്ക് എത്തി. പോലീസിനും അതാണ് അറിയേണ്ടത്, എന്തിന് ഈ അരുംകൊല ചെയ്തു എന്ന്. കഴുത്തറത്താണ് 2 കുട്ടികളെയും കൊന്നിരിക്കുന്നത്. മാത്രമല്ല ശരീരത്ത് നിരവധി കുത്തുകളും ഉണ്ട്. വിവരമറിഞ്ഞെത്തിയ വിനോദ് കുമാർ തളർന്നിരിക്കുകയാണ്. ഈ കേസിൽ ഇനി കുറച്ചുകൂടി വ്യക്തത കിട്ടണമെങ്കിൽ അത് പീയൂഷിനോട് ചോദിച്ചാലേ മതിയാകൂ. അങ്ങനെ പീയൂഷിനോട് പോലീസ് കാര്യങ്ങളൊക്കെ മെല്ലെ ചോദിക്കാൻ തുടങ്ങി. പീയൂഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: പഞ്ചസാര വാങ്ങി വീടിന് മുന്നിൽ എത്തിയപ്പോൾ ടെറസിൽ ആരോ സംസാരിക്കുന്ന സൗണ്ട് കേട്ടു. അത് നോക്കാനായിട്ട് മുകളിൽ പോയപ്പോൾ കണ്ടത് എൻ്റെ ചേട്ടൻ ആയുഷിൻ്റെ വാ പൊത്തിപ്പിടിച്ച് സാജിദ് മാമൻ കത്തി കൊണ്ട് കഴുത്ത് മുറിക്കുന്നതാണ്. അഹാൻ തറയിൽ ചോരയിൽ കുളിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇത് കണ്ട് നിലവിളിച്ചു കൊണ്ട് ഓടിയ എൻ്റെ പിന്നാലെയും അവർ ഓടി. ഈ 9 വയസ്സുകാരൻ ഇത് നടുക്കത്തോടെയാണ് പോലീസിനോട് പറയുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇവർ 2 പേരും നാട്ടുകാർ ഓടിച്ചതോടെ അടുത്തുള്ള ഒരു കാട്ടിൽ കയറിയെന്നാണ്. പിറ്റേ ദിവസം തന്നെ രാത്രി 9:30 50 പേരടങ്ങുന്ന പോലീസ് ടീം ആ കാട്ടിൽ തിരച്ചിൽ നടത്തുകയാണ്. അവിടെ ഒരു മരത്തിന് പിറകിൽ ഒളിച്ചു നിന്ന സാജിദിനെ പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്തു. പോലീസിനെ കണ്ട് ഓടിയ അവനെ പോലീസ് പിന്നാലെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. അവിടെ വച്ച് തന്നെ അയാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ജാവിദിനെ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ജാവിദിൻ്റെ വീട്ടിൽ പോലീസ് എത്തുകയും സാജിദിൻ്റെ മരണം അറിയിക്കുകയും ചെയ്തു. അതിനിടയിൽ ജാവിദിനെപ്പറ്റി തിരക്കിയപ്പോൾ വീട്ടുകാർ പറയുന്നത് ജാവിദിനെപ്പറ്റി യാതൊരു വിവരവും ഞങ്ങൾക്കില്ല എന്നാണ്. വീട്ടുകാരുടെ കയ്യിൽ നിന്നും ജാവിദിൻ്റെ ഒരു ഫോട്ടോ വാങ്ങി TV-യിൽ അത് പബ്ലിഷ് ചെയ്യുന്നു. ജാവിദിനെ കണ്ടുപിടിക്കുന്നവർക്ക് നല്ല പ്രതിഫലവും പ്രഖ്യാപിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടെ ബെഡാവോൺ സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരത്തിൽ ആ സിറ്റിയിലേക്ക് വന്ന ഒരു ബസ് ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തുകയാണ്. പാസഞ്ചേഴ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കുന്നതിനോ ചായ കുടിക്കുന്നതിനോ ഒക്കെയാണ് ആ ബസ് അവിടെ നിർത്തിയത്. അപ്പോഴാണ് ആ ഹോട്ടലിന് മുന്നിൽ നിന്ന ഒരാൾ അവിടെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്ന ഒരാളെ കണ്ടപ്പോൾ അത് വാട്സാപ്പിൽ വന്ന ഫോട്ടോയുമായി ഒത്തു നോക്കാൻ തുടങ്ങി. അയാളത് ഹോട്ടലിലെ ജീവനക്കാരെയും കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, അത് പോലീസ് ഇനാം പ്രഖ്യാപിച്ച ജാവിദാണെന്ന്. ഉടനെ തന്നെ നാട്ടുകാരൊക്കെ കൂടി വളരെ സമർത്ഥമായിട്ട് ജാവിദിനെ പിടിച്ചു കെട്ടി വച്ച ശേഷം പോലീസിനെ അറിയിക്കുകയാണ്. അപ്പോഴും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. പോലീസ് സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി ജാവിദിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയെല്ലാം ജാവിദ് പറയുന്നുണ്ട്, ഞാനല്ല കൊന്നത് എന്ന്. സ്റ്റേഷനിലെത്തി എന്തിനാണ് നീ ആ കുഞ്ഞുങ്ങളെ കൊന്നത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ജാവിദ് കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറയുകയാണ്. എന്നാൽ പോലീസിന് അത് ഒട്ടും വിശ്വസിക്കാനേ തോന്നിയില്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ചേട്ടനായ സാജിദ് വിവാഹം കഴിച്ച് കുറച്ച് വർഷങ്ങളായിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം അബോർഷനായി പോകും. അതിൽ ഒരുപാട് ചികിത്സയൊക്കെ നടത്തിയെങ്കിലും ഫലമൊന്നും കണ്ടില്ല. ഇതിൽ സാജിദും ഭാര്യയും കടുത്ത ദുഃഖത്തിലായിരുന്നു. അങ്ങനെ സാജിദ് ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയാണ്. അയാൾ പറഞ്ഞത്, നീ മുജ്ജന്മത്തിന് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, അതിനാലാണ് നിനക്ക് ഇപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാവാത്തത്. ഈ കഷ്ടമെല്ലാം മാറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതായത് ഒരു കുടുംബത്തിലെ ഒരേ രക്തത്തിലുള്ള 3 കുട്ടികളെ നീ ബലി നൽകണം, അതായത് നീ കൊലപ്പെടുത്തണം. ഇത് കേട്ട സാജിദിന് ഓർമ്മ വന്നത് സംഗീതയുടെ മക്കളെയാണ്. ഇത് അയാൾ ജാവിദിനോട് പറഞ്ഞപ്പോൾ അയാൾ ശക്തമായിട്ട് എതിർത്തു. എന്നാലും സാജിദ് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്താൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ എന്ന് ജാവിദിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ജാവിദ് പറഞ്ഞു, ഇനി നീ ഇത് പറഞ്ഞാൽ ഞാൻ നിൻ്റെ ഭാര്യയോട് എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ തൽക്കാലം ജാവിദിനോട് പിന്നെ ഈ വിഷയം സാജിദ് സംസാരിക്കാതെയായി. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം സാജിദ് ജാവിദിനോട് പറയുകയാണ്, ഭാര്യയുമായിട്ട് ഒരു ചികിത്സയ്ക്ക് പോകണം, അവളിപ്പോൾ ഗർഭിണിയാണ്, അതിന് എനിക്കൊരു 50,000 രൂപ ആവശ്യമാണ്, അത് വിനോദ് കുമാറിനോട് ചോദിക്കാൻ ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു, അപ്പോൾ നീയും കൂടെ എനിക്ക് കൂട്ടിന് വരണം. ഇത് പറഞ്ഞിട്ട് ജാവിദിനെ സാജിദ് ഇങ്ങനെ നിർബന്ധിക്കുകയാണ് കൂട്ടിന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ജാവിദ് സാജിദിനൊപ്പം
വിനോദ് കുമാറിന്റെ വീട്ടിലെത്തുന്നതും സംഗീത പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് ചായ ഇടാൻ പോയപ്പോൾ സാജിദിന് ഒരു ഫോൺ കോൾ വരുന്നതും. ഫോണും കൊണ്ട് പുറത്തിറങ്ങിയ സാജിദിനെ കാണാതെ ആയതോടെ എന്തായെന്ന് നോക്കാനായിട്ട് പുറത്തേക്കിറങ്ങിയ ജാവിദ് കേൾക്കുന്നത് ടെറസിൽ നിന്നും കുട്ടികളുടെ നിലവിളിയാണ്. ഈ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ജാവിദ് ചെന്നപ്പോൾ കാണുന്നത് സാജിദ് കുട്ടികളെ കഴുത്തറത്ത് കൊല്ലുന്നതാണ്. ആ സമയത്താണ് പീയൂഷും അങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്നാൽ താനും പിടിക്കപ്പെടും എന്ന് കരുതിയാണ് അയാൾ ഓടിയതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. സാജിദ് മരണപ്പെട്ടു എന്ന് TV-യിൽ നിന്നും അറിഞ്ഞതോടെ സറണ്ടർ ആവാനാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ഇതൊന്നും പോലീസോ കോടതിയോ വിശ്വാസത്തിലെടുത്തില്ല. പീയൂഷ് പറഞ്ഞ മൊഴിയാണ് കോടതി പരിഗണിച്ചത്. ചേട്ടന്മാരെ കൊല്ലുന്ന സമയത്ത് ജാവിദ് മാമൻ തടുക്കാതെ മിണ്ടാതെ നോക്കി നിൽക്കുന്നത് കണ്ടുവെന്നാണ് ആ കുട്ടി പറഞ്ഞത്. മാത്രമല്ല ഈ കൊല ചെയ്തു എന്നതിന് ജാവിദിനെതിരെ ക്ലിയർ എവിഡൻസ് ഒന്നും കണ്ടുകിട്ടാൻ പോലീസിന് സാധിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ചെറിയൊരു ശിക്ഷ കൊടുത്ത ശേഷം ജാവിദിനെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇതിൽ നിങ്ങൾ ജാവിദ് പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.